നമസ്കാരം. ഞാൻ ഷൺമുഖൻ എം.എസ്. മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറാണ്. S3 ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ലാബിലെ എക്സ്പെരിമെൻ്റായ കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ ബൈ ഡയറക്റ്റ് ലോഡിംഗ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വർക്കിൻ്റെ എയിമൊന്ന് നോക്കാം. ടു കാലിബ്രേറ്റ് ദി ഗിവൺ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ യൂസിങ് എ സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് എറർ കർവ്സ്. കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ എന്ന എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പവർ ആ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ ആണോ എന്ന് പരിശോധിക്കലാണ്. അതായത് കാലിബ്രേറ്റ് ചെയ്യേണ്ട വാട്ട് മീറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പവർ ആ സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡൈസ് ചെയ്ത വോൾട്ട് മീറ്ററിലെയും അമ്മീറ്ററിലെയും പ്രോഡക്റ്റായ ആക്ച്വൽ പവറുമായി കമ്പയർ ചെയ്യുന്നതാണ്. വാട്ട് മീറ്ററിലെ എറർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ പെർസെൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റർ റീഡിംഗ് മൈനസ് ആക്ച്വൽ റീഡിംഗ് ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ റീഡിംഗ് ഇൻറ്റു 100 ആണ്. അതിൽ ഇൻഡിക്കേറ്റർ റീഡിംഗ് നമ്മുടെ വാട്ട് മീറ്റർ റീഡിംഗ് ആണ്. ആക്ച്വൽ റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ പവറാണ്. നമ്മൾ ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ പവർ നമുക്കറിയാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സർക്യൂട്ട് യൂണിറ്റി പവർ ഫാക്ടർ ആയിട്ടുള്ള ലോഡാണ്. അതായത് റെസിസ്റ്റീവ് ലോഡോ അല്ലെങ്കിൽ ലാമ്പ് ലോഡോ ആണ്. അതായത് പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഈക്വൽ ടു 1, ആക്ച്വൽ റീഡിംഗ് AR ഇസ് ഈക്വൽ ടു V ഇൻറ്റു I ആയിരിക്കും. സർക്യൂട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാം. 150, 300, 600 വോൾട്ട് 10/20 ആംപിയർ UPF വാട്ട് മീറ്ററാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. വാട്ട് മീറ്ററിന് ML എന്നെഴുതിയ കറണ്ട് കോയിലുണ്ട്, CV എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പ്രഷർ കോയിലുണ്ട്. കറണ്ട് കോയിൽ നമ്മൾ ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പ്രഷർ കോയിൽ ലോഡിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. 230 വോൾട്ട് 5 കിലോ വാട്ട് റെസിസ്റ്റീവ് ലോഡാണ് നമ്മൾ ലോഡായിട്ട് ഉപയോഗിക്കുന്നത്. കറണ്ട് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന ലോഡ് കറണ്ട് മെഷർ ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 0 to 10 ആംപിയർ മൂവിങ് അയൺ അമ്മീറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രഷർ കോയിലിന് അക്രോസ് വരുന്ന വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 0 to 250 വോൾട്ട് മൂവിങ് അയൺ വോൾട്ട് മീറ്ററും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്യൂട്ടിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് 0 to 270 വോൾട്ട് 10 ആംപിയർ ഓട്ടോ ട്രാൻസ്ഫോർമറും ഉപയോഗിച്ചിരിക്കുന്നു. സർക്യൂട്ട് അനുസരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രേസ് ചെയ്യാം. ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ ഇൻപുട്ട് നമ്മൾ സപ്ലൈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഔട്ട്പുട്ട് അമ്മീറ്റർ വഴി വാട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. വാട്ട് മീറ്ററിൻ്റെ MC ടെർമിനൽസ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. L ടെർമിനൽ ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ലോഡിൻ്റെ അടുത്ത ടെർമിനൽ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് മീറ്ററിന് വോൾട്ടേജ് ടെർമിനൽ 300 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള കണക്ഷൻ നമ്മൾ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ സപ്ലൈക്ക് എക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വാട്ട് മീറ്ററിൻ്റെ കറണ്ട് ടെർമിനൽസ് 10 ആംപിയർ 20 ആംപിയർ റേഞ്ചസ് ഉണ്ട്. നമ്മളിപ്പോൾ 10 ആംപിയറിലാണ് ഇത് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ 10 ആംപിയർ ആവും. ഈ രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 20 ആംപിയർ റേറ്റിംഗ് വരും. വാട്ട് മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 1500 വാട്ട്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ മീറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നതിന് വോൾട്ടേജ് സെലക്റ്റഡ് ഇൻറ്റു കറണ്ട് സെലക്റ്റഡ് ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. Therefore MF is equal to 300 into 10 into power factor 1 divided by 1500, that is equal to 2 ആയിരിക്കും. പ്രൊസീജിയർ അനുസരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം സപ്ലൈ ഓൺ ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോർമർ ഗ്രാജുവലായി വേരി ചെയ്ത് ലോഡിൻ്റെ റേറ്റഡ് വോൾട്ടേജായ 230 വോൾട്ട് അപ്ലൈ ചെയ്യുക. 230 വോൾട്ട് ആയിട്ടുണ്ട്. മൾട്ടി റേഞ്ച് മീറ്റർ ആയതുകൊണ്ട് 115 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 230. 1 by 1 ആയി ലോഡ് അപ്ലൈ ചെയ്യാം. ഓരോ പ്രാവശ്യം ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും വോൾട്ട് മീറ്റർ റീഡിംഗ് 230 വോൾട്ട് കോൺസ്റ്റൻ്റായി സെറ്റ് ചെയ്യണം. അമ്മീറ്റർ റീഡിംഗ് 2 ആംപിയർ, വാട്ട് മീറ്റർ റീഡിംഗ് 240 into 2
അത് 480 വരും. നെക്സ്റ്റ് അമ്മീറ്റർ റീഡിംഗ് 4.1 വാട്ട് മീറ്റർ 480 × 2. നെക്സ്റ്റ് അമ്മീറ്റർ റീഡിംഗ് 6 ആംപിയർ 700 × 2 വാട്ട് മീറ്റർ റീഡ് ചെയ്തു. നെക്സ്റ്റ് ലോഡ് അമ്മീറ്റർ റീഡിംഗ് 8 ആംപിയർ വാട്ട് മീറ്റർ 930 × 2. നെക്സ്റ്റ് വൺ 9.8 ആംപിയർ വാട്ട് മീറ്റർ റീഡിംഗ് 1140 വാട്ട്സ് × 2. റീഡിങ്സ് നോട്ട് ചെയ്തതിന് ശേഷം 1 by 1 ആയിട്ട് ലോഡ് ഓഫ് ചെയ്യാം. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാക്കിയതിന് ശേഷം സപ്ലൈ ഓഫ് ചെയ്യാം. നമ്മുടെ ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ മൂന്നാമത്തെ സെറ്റ് റീഡിങ്ങിൻ്റെ സാമ്പിൾ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്ലൈഡ് വോൾട്ടേജ് 230 വോൾട്ട്, ലോഡ് കറണ്ട് 6 ആംപിയർ, ഇൻഡിക്കേറ്റർ റീഡിംഗ് 1400 വാട്ട്സ്. ആക്ച്വൽ റീഡിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, VI cos φ ആണ്. പവർ ഫാക്ടർ ഇവിടെ യൂണിറ്റി, അതായത് 1 ആയിരുന്നു. അതുകൊണ്ട് ആക്ച്വൽ റീഡിംഗ് = 230 × 6 × 1 = 1380 വാട്ട്സ്. പെർസെൻറ്റേജ് എററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, IR - AR / IR × 100 ആണ്. Therefore 1400 - 1380 / 1400 × 100, that is equal to 1.428% എറർ നമുക്ക് കിട്ടി. അതുപോലെ നമ്മൾ ഓരോ സെറ്റ് കാൽക്കുലേഷൻസും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 4.167 മുതൽ 1.140 വരെ ഡിഫറൻറ്റ് പെർസെൻറ്റേജ് എററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കാൽക്കുലേഷൻസ് അനുസരിച്ച് കിട്ടിയ പെർസെൻറ്റേജ് എറർ അനുസരിച്ച് നമ്മൾ ലോഡ് കറണ്ട് വേഴ്സസ് പെർസെൻറ്റേജ് എററിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. എക്സ് ആക്സിസിൽ ലോഡ് കറണ്ടും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് എററും എടുക്കുന്നു. എക്സ് ആക്സിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ = 1 ആംപിയർ ലോഡ് കറണ്ടും വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ = 1% എററുമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇത്തരത്തിൽ വരും. ചില കേസിൽ നമ്മൾ നെഗറ്റീവ് എറർ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് നെഗറ്റീവ് സൈഡിലേക്കും വരും. അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സാധാരണയായി ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസ് ഗ്രാഫ് ഷീറ്റിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. ഒരു വാട്ട് മീറ്ററിൻ്റെ കാലിബ്രേഷൻ വർക്ക് എങ്ങനെ ചെയ്യുന്നുവെന്നും അതിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നും ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ റീഡിങ്ങുകൾ ഉപയോഗിച്ച് നിങ്ങളതിൻ്റെ എല്ലാ സ്റ്റെപ്പ് കാൽക്കുലേഷൻസും ചെയ്ത് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക, ഗ്രാഫ് വരയ്ക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.